ഉൽപ്പത്തി 21 ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ വൃദ്ധപ്രായത്തിൽ ആയിരുന്ന അബ്രാഹാമിനും അബ്രാഹാം സാറയ്ക്കും സാറാഹ് ഒരു മകൻ ജനിച്ചു. അവർ അവൻ ഇസാക്ക് എന്ന് പേര് നൽകി. ഇസ്ഹാക്കിന്റെ ജനനം അബ്രാഹാമിന്റെ കുടുംബത്തിന് വലിയ സന്തോഷമായി, കാരണം ദൈവം ഏറെക്കാലം മുമ്പ് നൽകിയ വാഗ്ദാനത്തിന്റെ നിവൃത്തിയായിരുന്നു അത്. ഇസ്ഹാക്ക് വളരാൻ തുടങ്ങിയപ്പോൾ സാറാ അബ്രാഹാമിന്റെ മറ്റൊരു മകനായ ഇഷ്മായേൽ ഇസ്ഹാക്കിനെ പരിഹസിക്കുന്നതായി കണ്ടു. അതിനാൽ ഇഷ്മായേലിന്റെ അമ്മയായ ഹാഗർ യക്ഷവയും ഇഷ്മായേലും വീട്ടിൽ നിന്ന് പോകണമെന്ന് സാറാ ആവശ്യപ്പെട്ടു. അബ്രാഹാം അതിൽ ദുഃഖിതനായെങ്കിലും ദൈവം അവനോട് ഹാഗറെയും ഇഷ്മായേലിനെയും അയക്കാൻ പറഞ്ഞു. ദൈവം ഇഷ്മായേലിനെയും ഒരു വലിയ ജനതയുടെ പിതാവാക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. ഹാഗറും ഇഷ്മായേലും മരുഭൂമിയിലേക്ക് പോയി. അവർക്കുണ്ടായിരുന്ന വെള്ളം തീർന്നപ്പോൾ ഹാഗർ വളരെ വിഷമിച്ചു. എന്നാൽ ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവദൂതൻ ഹാഗറോട് സംസാരിച്ചു, സമീപത്തുണ്ടായിരുന്ന ഒരു ജലസ്രോതസ് കാണിച്ചു കൊടുത്തു. അവർ വെള്ളം കുടിച്ച് ജീവൻ രക്ഷിച്ചു. പിന്നീട് ഇഷ്മായേൽ വളർന്ന ശക്തനായ മനുഷ്യനായി. അധ്യായത്തിന്റെ അവസാനം അബ്രാഹാമും അബീമേലെക്കും അബൈമേലെക്ക് തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി. അവർ ഒരു കിണറിനെക്കുറിച്ചുള്ള തർക്കം പരിഹരിക്കുകയും സമാധാനത്തോടെ ജീവിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ആ സ്ഥലം ബീർഷേബ എന്ന പേരിൽ അറിയപ്പെട്ടു. പ്രധാന പാഠം: ദൈവം തന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നു. കഷ്ടതകളിൽ ആയിരിക്കുന്നവരെ ദൈവം കാണുകയും സഹായിക്കുകയും ചെയ്യുന്നു.